തെറ്റിപ്പോയതാടാ. ബ്രോ എനിക്കൊരു GPU വേണം, കാശ് ചെയ്യണം, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ്. അതാ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. കണ്ണാപ്പിയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം കണ്ണാപ്പി ഷോ അടിച്ച് സ്റ്റോറി ഇട്ടു. അപ്പം ഞാൻ കണ്ണാപ്പിയുടെ വീട്ടിൽ ലൈവ് നിർത്തിയിട്ട് രാത്രി വണ്ടി എടുത്ത് അവൻ്റെ വീട്ടിൽ പോയി. അവൻ വീട്ടിൽ കുറച്ച് അലമ്പും അടിയും വഴക്കൊക്കെ ഉണ്ടാക്കി അച്ഛനും അമ്മയൊക്കെ ഷോ അടിച്ച് അവിടെ ഇരുന്നപ്പോൾ എന്നെ വിളിച്ച് അവിടെ ചെന്ന്. അവിടെ നിന്നപ്പോൾ കണ്ണാപ്പിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞ് റൂമിനകത്തുണ്ട്, നേരെ ഒന്ന് അവൻ്റെ ചെവിക്കലടിച്ച് രണ്ടെണ്ണം കൊടുത്തിട്ട് സംസാരിക്കാൻ കേട്ടോ. കണ്ണാപ്പിയുടെ അച്ഛനും അമ്മയും പോലത്തെ ഒരു പാവം പിടിച്ച അച്ഛനും അമ്മയും വേറെ ഇല്ലടാ, പാവം. പിന്നെ കണ്ണാപ്പിക്ക് അവന്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള ചെറിയ കുറുമ്പുകളൊക്കെ ഉള്ളൂ, അവനും വലിയ ഇതൊന്നും അല്ല. അന്നലെ ഏറ്റവും വലിയ കോമഡി ഉണ്ടല്ലോ, ഞാൻ അവിടെ ചെന്നപ്പം കണ്ണാപ്പിയുടെ അച്ഛനൊരു സേവിങ്സ് ബോക്സ് ഉണ്ട്, മറ്റേ 1,00,000 രൂപ സേവ് ചെയ്യുന്ന മറ്റേ ഇതുണ്ടല്ലോ അത്. പുള്ളി അതിനകത്ത് ഡെയിലി 100ഉം 500ഉം ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇടും കേട്ടാ, ഇങ്ങനെ കൊണ്ടിടും. കണ്ണാപ്പി അതിന്റെ ഇടത്തെ അറ്റത്തൊരു തുള ഇട്ടിട്ടുണ്ട്. പുള്ളി ഇടുന്നതൊക്കെ ഇവ ഇടത്തെ സൈഡിൽ കൂടെ നൈസായിട്ട് പ്ലാച്ചി കൊണ്ടുപോയി. പുള്ളി ഇരുന്ന് 100 രൂപ ഇടുമ്പോൾ 100 വെട്ടണം, 200 വെട്ടണം, ഇതൊക്കെ വെട്ടി വെട്ടി പുള്ളി സേവിങ്സ് ബോക്സ് ആയിട്ട് കണ്ണാപ്പിയുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യുകയാണ്. ഇവൻ സൈഡിൽ കൂടെ ഒരു തുളയിട്ട് പുള്ളിയുടെ വെൻഡർ സേവിങ്സ് പുള്ളി വെട്ടിത്തീരാറ് 1,00,000 രൂപ എന്തോ ആറായപ്പോൾ പൊട്ടിച്ചു നോക്കിയപ്പോൾ 100 രൂപ ബാക്കി. മനസ്സിലായ? അങ്ങനത്തെ കള്ളനാണ് അവൻ, കള്ളൻ. അവൻ ഇന്ന് വന്ന് എന്തോ അടവൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയാം കേട്ടോ നിങ്ങളുടെ അടുത്ത്. അവൻ ഒരു കള്ളനാണ് അവൻ, പറയാതിരിക്കാൻ വയ്യ. ഈഗോ ഉണ്ടോ? പിന്നെ എനിക്ക് ഈഗോ ഇല്ലാതെ എടാ, ഈഗോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തുമായിരുന്നോ? ഈഗോ ഇല്ലെങ്കിൽ ഇവിടെ വരെ എത്തുമായിരുന്നോ? പിന്നെ നമുക്ക് ഈഗോ ഉള്ളതുകൊണ്ടല്ലേ ഇത്ര വന്നത് തന്നെ. റാശയെ വളയ്ക്കണ്ട, അടുത്ത